ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്കേർട്ട്, ടോപ്പ് ആൻഡ് ദുപ്പട്ടയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതൊരു കസ്റ്റമൈസേഷൻ വർക്കാണ്. ഇതിൻ്റെ മെറ്റീരിയലും ഡിസൈനും അതുപോലെ കളർ ഏതൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ കസ്റ്റമർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദുപ്പട്ട നമ്മൾ റെഡിമെയ്ഡാണ് ചൂസ് ചെയ്തത്. അതിന് 350 രൂപയാണ് വന്നത്. പിന്നെ പോളി കോട്ടൺ മെറ്റീരിയലാണ് ബ്ലൗസിന് യൂസ് ചെയ്തത്. അത് 100 രൂപയാണ് മീറ്ററിന് വരുന്നത്. 1.25 മീറ്ററാണ് നമ്മൾ എടുത്തത്. അതിന് 35 രൂപയുടെ ലൈനിങ് 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിന് ഇതുപോലെ ലൈൻ വരുന്ന ഒരു ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തത്. അതിന് 220 രൂപയാണ് മീറ്റർ വരുന്നത്. അത് 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത കളറ്. പിന്നെ നമ്മൾ സ്ലീവിലാണ് ഹെവി ആയിട്ടൊരു വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് വരയ്ക്കുക, അതുപോലെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൽ നമ്മൾ 4 ഇഞ്ച് ഗ്യാപ്പ്, ആദ്യം ഒരു ലൈൻ സ്ലീവ് ബോർഡറിലും പിന്നെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടൊരു ലൈനും കൂടി വരച്ചു കൊടുക്കുക. സെയിം കളർ സ്യൂയിങ് ത്രെഡ് എടുക്കുക, നീഡിൽ നമ്പർ 10 എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിൽ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളൊരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ 2 ലൈനിലുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഉള്ളിൽ പിന്നെ ഒരു ചെറിയ സ്കാറ്റേഡ് വർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഓരോ ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 2 mm ഗോൾഡൻ റൗണ്ട് ബീഡ്സ് എടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അതിൽ തുന്നി കൊടുത്തതിന് ശേഷം അതിനൊരു 8 പെറ്റൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട. ആ പെറ്റൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ കട്ട് ബീഡ്സും സീക്വൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ബീഡ്സിൻ്റെ സീക്വൻസിൻ്റെ ഒക്കെ വലിപ്പം മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 കട്ട് ബീഡ്സും ഒരു സീക്വൻസും കോർത്തിട്ട് നമ്മൾ ആദ്യം 4 ഡയറക്ഷനിലേക്ക് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും 4 എണ്ണം കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് 8 പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഈ കട്ട് പീസാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് വരച്ചിട്ട് ചെയ്യാം. ലീഫ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൊടുക്കേണ്ട, അതൊക്കെ നിങ്ങൾക്ക് വരച്ചിട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ലൈൻ മാത്രം ജസ്റ്റ് വരച്ചാൽ മാർക്കിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് റഫായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ ബോർഡറിലാണ് നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെക്കിലും അതുപോലെ കുർത്തിയുടെ നെക്കിലും ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബ്ലൗസിലൊന്നും നിങ്ങൾക്ക് ഫ്രെയിം യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫ്രെയിം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ 2 ഇഞ്ച് വരുന്ന സ്ഥലത്ത് ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മളിതുപോലെ ഫ്ലവർ തുന്നി കൊടുക്കണം. തുന്നുമ്പോൾ അത് കറക്റ്റ് റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഫ്ലവറിൻ്റെ റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടാൻ നോക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത്ര വലുപ്പത്തിലുള്ള റൗണ്ട് വരച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇല്ല വൈറ്റ് ലൈൻ വരുന്നിടത്ത് ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ ലൈന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത കട്ട് ബീഡ്സിനേക്കാളും ജസ്റ്റ് ഒരു സൈസ് കൂടുതലായിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റെയിൻബോ ഷെയ്ഡ് വരുന്നൊരു കട്ട് ബീഡ്സ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ നമ്മുടെ വർക്കിന്. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലൈന് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലീഫ് ചെയ്യുന്നുണ്ട്. ലീഫ് നമ്മൾ 2 ഡയറക്ഷനിലേക്കായിട്ട് 4 ലീഫാണ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഒരുപാട് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ബ്ലൗസിലാണെങ്കിലും കുർത്തിയിലാണെങ്കിലും ക്രോപ്പ് ടോപ്പിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നമുക്ക് ചെയ്യാനും സിമ്പിളാണ്, പക്ഷെ ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഒരു എലഗൻ്റ് ലുക്കുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ കാണിച്ചു തന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി കണ്ടാൽ മതി. ഇനി നമ്മൾ ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസ് ചെയ്ത കട്ട് ബീഡ്സിൽ ഏറ്റവും ചെറുത് അതാണ് യൂസ് ചെയ്യുന്നത്. അത് 3 ലൈൻ പോലെ ഇങ്ങനെ ചെരിച്ച് തുന്നി കൊടുക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ അവിടെ വരച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തുന്നിയെടുത്താലും മതി. അപ്പോൾ ആദ്യം 3 എണ്ണം കോർത്തിട്ട് ഒന്ന് ചെരിച്ചിട്ട് നീഡിൽ കുത്തി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ലൈൻ കുത്താൻ. അടുത്തൊരു സ്പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താലേ ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലീഫ് 4 തുന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒരു കട്ട് ബീഡ്സ് കൊണ്ട് ചെറിയ ലൈൻ പോലെ നമുക്ക് തുന്നി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഡ്രസ്സ് നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. നമ്മൾ ഡ്രസ്സ് കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ അനുസരിച്ച് റേറ്റിൽ ചെറിയ വേരിയേഷൻ വരും. എന്നാലും വളരെ അഫോർഡബിളായ റേറ്റിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ DM ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ 4 ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ അങ്ങനെ 3 ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 3 ഗ്യാപ്പിലുമായിട്ട് 6 ചെറിയൊരു ലീഫ് പോലെയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കട്ട് ബീഡ്സും ഗോൾഡൻ റൗണ്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ കട്ട് ബീഡ്സ് നമ്മൾ നടുവിലെ ലൈനില്ല അത് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്ത് സെക്കൻഡ് യൂസ് ചെയ്ത കട്ട് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാടൊന്നും വീഡിയോ ലോങ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പിൽ മാത്രം കാണിച്ചു. ഈ വർക്കാണ് ത്രൂ ഔട്ട് നമ്മൾ ആ ലൈനിൽ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് ഒരു സ്ലീവിൽ ഇതുപോലെ 2 ലൈൻ വരുന്നുണ്ട്. പിന്നെ നടുവിൽ നമ്മൾ ചെയ്ത ഈ ഒരു ഫ്ലവറിൻ്റെ സ്കാറ്റേഡ് വർക്കും വരുന്നുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ സ്കാറ്റേഡ് വർക്ക് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് വർക്കിൻ്റെ സ്ലീവിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരിക. വളരെ എളുപ്പമുള്ള വർക്കാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ബോഡിയിൽ നമ്മളൊരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഒരു ബീഡ്സ് ഇതുപോലെ തുന്നി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി. പിന്നെ സ്കേർട്ട് നമ്മൾ 3.5 മീറ്ററിൽ അംബർല സ്കേർട്ടായിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. ലെയിനിങ് ക്രൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. അത് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങുള്ള ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ്. ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേഡ് വർക്കും വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ സ്കേർട്ടും ദുപ്പട്ടയും ടോപ്പും കൂടി ഈ ഒരു ലുക്കിലാണ് വരിക. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അയച്ചു തരികയാണെങ്കിൽ നമ്മളത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ.